ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് മൊബൈലിൻ്റെ സ്റ്റോറേജ് ഇഷ്യൂസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെക്കുറിച്ചായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഫോണിൻ്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ആ വീഡിയോ തീർച്ചയായും കാണണം. കാരണം അതിനെക്കുറിച്ച് ആപ്ലിക്കേഷൻസ് നമുക്ക് ഇവിടെയും ആവശ്യമായിട്ട് വരുന്നുണ്ട്. ആ വീഡിയോ ഞാൻ ഈ കാർഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാം. നമുക്ക് സമയം കളയാതെ തുടങ്ങിയേക്കാം. ഒന്നാമത്തെ ട്രിക്ക് ലൈറ്റ് ആപ്സ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ലൈറ്റ് ആപ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഫോണിൽ നമുക്ക് ഗൂഗിൾ ക്രോം അവൈലബിൾ ആണ്. ഗൂഗിൾ ക്രോം ഉപയോഗിച്ച് നമുക്ക് ഒരുമാതിരിപ്പെട്ട ആപ്ലിക്കേഷൻസിലേക്ക് ഒരു ലൈറ്റ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കുക. ഗൂഗിൾ ക്രോമിൽ ഞാനിപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ലൈറ്റ് ആപ്പ് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഫ്ലിപ്കാർട്ടിലേക്ക് പോവുക. ഫ്ലിപ്കാർട്ടിൻ്റെ ഷോർട്ട്കട്ട് ഇവിടെ ഉണ്ട്, നമുക്ക് അതെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഫ്ലിപ്കാർട്ടിലേക്ക് കയറുക. ദെൻ കയറുമ്പോൾ തന്നെ നമുക്ക് താഴെ ഒരു ഓപ്ഷൻ കാണാം, കണ്ടോ, ആഡ് ഫ്ലിപ്കാർട്ട് ലൈറ്റ് ടു ഹോം സ്ക്രീൻ. അതായത് ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൻ്റെ ഹോം സ്ക്രീനിലേക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ലൈറ്റ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇവിടുന്ന് ആഡ് ടു ഹോം സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ കാണാം, അതും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ആഡ് ഫ്ലിപ്കാർട്ട് ടു ഹോം സ്ക്രീൻ, ജസ്റ്റ് ആഡ് ക്ലിക്ക് ചെയ്യുക. ആഡ് ക്ലിക്ക് ചെയ്യുമ്പം ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ലൈറ്റ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഹോം സ്ക്രീനിലേക്ക് ആഡാവും. ഇത് കുറച്ച് സമയം എടുക്കും. അത് കഴിയുമ്പോഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോം സ്ക്രീനിൽ ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ പോലെ ഫ്ലിപ്കാർട്ട് ഉണ്ടാവും. അതിനകത്ത് നമുക്ക് നേരെ എടുത്തു കഴിഞ്ഞാൽ ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ളൊരു നമ്മുടെ ഫോണിലുള്ള സെയിം ആപ്പിൻ്റെ അതേ ഫങ്ഷനാലിറ്റി ഉള്ള ഒരു ചെറിയ ആപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ഒരുമാതിരിപ്പെട്ട ഫ്ലിപ്കാർട്ടിനുണ്ട്, ആമസോൺ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ എല്ലാത്തിനും നമുക്ക് ഇതുപോലത്തെ ഒരു ലൈറ്റ് ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളത് യൂസ് ചെയ്ത് നോക്കുക. കാരണം ഏകദേശം ഒരു ഫേസ്ബുക്ക് ആപ്ലിക്കേഷനും മെസ്സഞ്ചറിനോട് കൂടി തന്നെ ഒരു 800 MB എടുത്ത് 800 MBയോളം സൈസ് നമ്മുടെ ഫോണിൽ നിന്ന് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള മാർഗ്ഗമാണ് ഇത്. ഇനി നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും ഫ്ലിപ്കാർട്ടിൻ്റെ ലൈറ്റ് ആപ്ലിക്കേഷൻ. ഇതിവിടെ ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ക്രിയേറ്റ് ആയത് നമുക്കൊന്ന് ജസ്റ്റ് എടുത്ത് നോക്കാം. സോ ഇതിൽ നോക്കുവാണെങ്കിൽ കണ്ടോ, ഏകദേശം നിങ്ങളുടെ ഫോണിലെ ആപ്പിൻ്റെ സെയിം ഫങ്ഷനാലിറ്റീസ് എല്ലാം ഈ ഫ്ലിപ്കാർട്ട് ലൈറ്റ് ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇത് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഫോണുകളിൽ ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന കുറേ ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മളെടുത്ത് അൺഇൻസ്റ്റാൾ കളയുക. കാരണം എല്ലാവരും ഇപ്പോൾ ഏകദേശം ഒരു 1.5 GB ഇൻ്റർനെറ്റ് പാക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ 50 MB ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഒരു മിനിറ്റ് പോലും വേണ്ടി വരില്ല. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വെറുതെ എന്തിനാണ് സ്റ്റോറേജ് വേസ്റ്റ് ആക്കുന്നത്? ആപ്പ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞേക്കൂ. പിന്നെ ആവശ്യം വരുമ്പോൾ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചത് ഈ ഒരു ഗ്രാഫിൻ്റെ ബേസിലാണ്. ഇത് നോക്കുകയാണെങ്കിൽ എക്സ് ആക്സിൽ നമുക്ക് യൂസ്ഡ് സ്പേസും വൈ ആക്സിൽ ഫോണിൻ്റെ പെർഫോമൻസും കാണാൻ സാധിക്കും. അപ്പോൾ യൂസ്ഡ് സ്പേസിൽ ഏകദേശം ഒരു 75% ക്രോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പെർഫോമൻസ് പെട്ടെന്ന് താഴേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഈ ഗ്രാഫിലൂടെ കാണാൻ സാധിക്കും. ഒരു കൺക്ലൂഷനായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ഫോണുകളുടെ പെർഫോമൻസ് കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണക്കാർ നമ്മൾ തന്നെയാണ്. കാരണം നമ്മുടെ ഉപയോഗം മൂലമാണ് ഫോണുകൾ ഇങ്ങനെ ലാഗാകാൻ തുടങ്ങുന്നത്. ഏകദേശം ഒരു ക്വാഡ് കോർ പ്രോസസ്സറും ഒരു 2 GB റാമൊക്കെ ഉള്ള ഫോണുകൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഒരു 75% ഉപയോഗിക്കുക. ഒരു 25% ഫ്രീ ആയിട്ട് എപ്പോഴും നിലനിർത്താൻ ശ്രമിക്കുക. അതുവഴി നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.